SSLC മക്കളെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വന്നാൽ നിങ്ങളൊന്ന് പേടിക്കില്ലേ? 5 മാർക്കിന് കഴിഞ്ഞ വർഷം വന്നൊരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാൻജൻസ് എന്നുള്ള ചാപ്റ്ററിന് ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ പോയാൽ 5 മാർക്ക് പോകും. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് ടാൻജൻസ്. 31 മാർക്കിന് വരെ ഏകദേശം ചോദിക്കാം. അപ്പോൾ നമ്മൾ ടാൻജൻസും ട്രിഗ്നോമെട്രിക്കും അടിപൊളിയായി പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സല്ല, നിങ്ങൾക്ക് നല്ല ഗ്രേഡ് തന്നെ കിട്ടും. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഡയഗ്രാം, കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പ്രത്യേകിച്ച് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് PAPB. പിയിൽ നിന്ന് എയിലേക്കും പിയിൽ നിന്ന് ബിയിലേക്കും 2 ടാൻജന്റ് ഉണ്ട്. ആൻഡ് ദ സർക്കിൾ സെൻറ്റർഡ് അറ്റ് O ആണ് എൻ്റെ സെൻറ്റർ. ആൻഡ് ഒരു ആംഗിൾ വന്നിട്ട് ACB തന്നിട്ടുണ്ട് നമുക്ക് 105 ഡിഗ്രി. ബാക്കിയുള്ള എല്ലാം കണ്ടുപിടിക്കണം. ADB കണ്ടുപിടിക്കണം, AOB കണ്ടുപിടിക്കണം, ABB കണ്ടുപിടിക്കണം. ഈ 3 ആംഗിൾ കണ്ടുപിടിച്ചാൽ 3 മാർക്ക്. അത് കഴിഞ്ഞിട്ട് ABP, ഈ കോഡിൻ്റെ അപ്പുറത്തേക്കുള്ള ആംഗിൾ നമ്മൾ വരച്ചുണ്ടാക്കണം. ആൻഡ് ABO അതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ എല്ലാം സിമ്പിളായിട്ട് ചെയ്തുതരാം. വെറും 5 മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ തീരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 5 മാർക്ക് 5 മിനിറ്റിൽ കുറവിൽ ചെയ്യാൻ പറ്റുന്ന. മക്കളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാ ദിവസവും എക്സാം എന്ന ചാനൽ ഫ്രീ ആയിട്ട് 7:30 ക്ലാസ് നടക്കാറുണ്ട്. ആ ലൈവ് കാണാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, എക്സ്ട്രാ വീഡിയോസിനും കൂടി. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ തന്നിട്ടുണ്ട് ACB. ACBയും ADBയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് മക്കളെ? ദിസ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്താണ്? ഈ ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം. കാരണം സർക്കിളിന്റെ മുകളിലാണ് 4 അറ്റവും ഉള്ളത്. റെഡി ആണല്ലോ? അപ്പൊ നമുക്ക് സിയും ഡിയും ആഡ് ചെയ്യുമ്പോൾ ആംഗിൾ C പ്ലസ് ആംഗിൾ ADB. ഓക്കെ, ഞാൻ തൽക്കാലം D എന്ന് എഴുതാം. C പ്ലസ് ആംഗിൾ D എത്രയാണ്? 180 ഡിഗ്രി കിട്ടണം. അപ്പം ഇവിടെ 105 ആണെങ്കിൽ, ആംഗിൾ C 105 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ D എത്ര വരും? ഇതൊന്നും കാൽക്കുലേഷൻ വേണ്ട അല്ലെ. 180 മൈനസ് 105 എത്ര മക്കളെ? 75 ഡിഗ്രി. അപ്പോൾ നമ്മൾ സിമ്പിൾ ഭാഷയെ പറയുകയാണ് ഇത് 75 ഡിഗ്രി. നമ്മൾ ഇവിടെ എഴുതുന്നു 75 ഡിഗ്രി. ഓക്കെ, ഫസ്റ്റ് ആൻസർ കഴിഞ്ഞു. സൈക്ലിക്, ചക്രീയ ചതുർഭുജം കാരണം അത് എഴുതിയാൽ മതി. ആംഗിൾ AOB, നമുക്ക് AB എന്നുള്ള കോഡ് മേജർ ആർക്ക് വലിയ ചാപത്തിൽ ഉണ്ടാക്കുന്ന 75 ആണെങ്കിൽ സെൻറ്ററിൽ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നത് എന്താണ്? അതിൻ്റെ ഡബിൾ. ഇത് കണ്ടാൽ മനസ്സിലായി, ഇത് കുഞ്ഞാംഗിൾ, ഇത് തടിയൻ ആംഗിൾ, ഇതിൻ്റെ ഡബിൾ. അപ്പോൾ 75ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ എത്ര വരിക? നമുക്ക് 75 × 150 ഡിഗ്രി വരും. ഇത് എത്രയാ? 150 ഡിഗ്രി. ഇയാളുടെ ഡബിൾ ഇൻറ്റു 2. അതാണ് മനസ്സിലാക്കുക, ഇയാളുടെ ഡബിൾ ആണ്. മേജർ ആർക്കിൽ സെയിം കോഡ്, അതിൻ്റെ ഡബിൾ ഉണ്ടാക്കും. ഇനി മക്കൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ ഒരു കോഡ് ഉണ്ടാക്കണം. അവ ഒരു വര വരയ്ക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണ് നിങ്ങൾ കാണുന്നത്? APB എന്താ മക്കളെ? 2 ടാൻജൻസ് ഒരു കോഡിൽ നിന്ന്, ഒരു സർക്കിളിൽ നിന്ന് 2 ടാൻജന്റ് ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ APB ഉണ്ട്. ആ ആംഗിൾ കണ്ടുപിടിക്കണം. പക്ഷേ നമുക്ക് സെൻട്രൽ ആംഗിളും ആ ആംഗിളും തമ്മിൽ എന്താ ബന്ധം? ഇത് ചിലപ്പോൾ ഡയഗ്രാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്കിതാ ഒരു സർക്കിൾ ഉണ്ട്. ഇവിടെ നോക്കിയേ, ഇത് വേണ്ട, നമുക്കിതാ ഇവിടുന്ന് 2 ടാൻജന്റ് വന്നു. ഓക്കെ, 2 ടാൻജന്റ് വന്നു. ഈ ആംഗിൾ നോക്കിയേ, ഈ ആംഗിൾ X ആണെങ്കിൽ ഇത് എത്ര മക്കളെ? 180 ഡിഗ്രി മൈനസ് X. കാരണം ഇതും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ്. ഇതും ആഡ് ചെയ്ത 180. ഇത് രണ്ടും എന്താണ്? 90 ആയതുകൊണ്ട് നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ്. അപ്പോൾ ഇതെന്താണോ അതൊന്ന് 180 കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വലിയ ഡയഗ്രാം, അത് നമുക്ക് ആവശ്യമില്ല. ഇവിടെ 150 ഡിഗ്രി ഉണ്ട്, ഇവിടെ 150 ഉണ്ടെങ്കിൽ ഇതെന്താണ്? 150 180യിൽ നിന്ന് കുറച്ച് എത്രയാണ്? 180 മൈനസ് 150 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇത് 30 ഡിഗ്രി. ഓക്കെ, റെഡി ആണല്ലോ? 30 ഡിഗ്രി, ഇത് 150 ഡിഗ്രി, ഇത് കിട്ടി. ഇനി അടുത്ത ചോദിച്ചത് എന്താണ്? നമുക്ക് ഇവിടെ എഴുതാം 30 ഡിഗ്രി. ഇനി ABP. ഓക്കെ, ABP എന്ന് പറയുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വരച്ചതാ. ഇതാണ് ഞാൻ എക്സ്ട്രാ ലൈൻ വരച്ചത്. നമുക്കത് മഞ്ഞ കളറാക്കാം. എയിൽ നിന്ന് ബിയിലേക്ക്, ആൻഡ് അത് പിയിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ABP. ഇവിടെ എന്തുമാണ് ആംഗിൾ ഉണ്ടാക്കി നോക്കണം. ഇവിടെ AB എന്നുള്ള കോഡും BP അതെന്താണ്? ടാൻജന്റും. കോഡും ടാൻജന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ മക്കളെ നിങ്ങൾക്ക് ഈ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിൾ ആണ്. നോക്കിക്കേ, ഇതാണ് ഡയഗ്രാം. ഒരു സർക്കിൾ ഉണ്ട്, നമുക്കൊരു കോഡ് ഉണ്ട്. ഓക്കെ, കോഡ് മേജർ ആർക്കിൽ X ഉണ്ടാക്കുന്നെങ്കിൽ ഇവിടുന്നും ഇങ്ങോട്ടേക്കുള്ള 2 ടാൻജന്റ്. ഓക്കെ, PAB എന്ന് പറഞ്ഞ 2 ടാൻജന്റ് ഉണ്ട്. PA ആൻഡ് PB ആർ ടാൻജൻസ്. അപ്പോൾ ഇത് X ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കോഡും ഈ ടാൻജന്റും, ഓക്കെ, കോഡും ടാൻജന്റും ഉണ്ടാക്കുന്ന ആംഗിൾ സെയിമാ, മേജർ ആർക്കുള്ള സെയിമാ. ഇത് X, ഇത് X, ഇത് X. ഓക്കെ, കോഡും ടാൻജന്റും ഉണ്ടാക്കുന്ന ആംഗിൾ കേട്ടോ. അപ്പോൾ വേറൊരു സിമ്പിൾ എക്സാമ്പിളും കൂടി പറഞ്ഞാൽ ഇവിടെ തന്നെ നോക്കിയാൽ സെൻട്രൽ ആംഗിൾ അപ്പം എന്തായിരിക്കും? സെൻട്രൽ കേന്ദ്രത്തിൽ എന്താണ്? ഇതിന്റെ മേജർ ആർക്കിന് ഡബിൾ 2X.
അപ്പോൾ എക്സ് എക്സ് 2x. അപ്പോൾ മേജർ ആർക്കിൽ എന്താണ് ആംഗിൾ, അതാണ് നമ്മുടെ വരുന്ന ആംഗിൾ. ഓക്കെ, മേജർ ആർക്കിൽ 75 ഉണ്ട്, ഇവിടെയും കോഡും ടാൻജന്റ് 75. ഇത് നമുക്ക് പറയാം 75 ഡിഗ്രി. അപ്പം എ ബി പി എന്ന് പറയുമ്പോൾ 75 ഡിഗ്രി, അത് മേജർ ആർക്കിൽ ആംഗിൾ ആയിട്ട് സെയിം ആണ്. അതേപോലെ ബി എ പിയും എ ബി പിയും സെയിം ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ 5 മിനിറ്റ് എത്താനായിരിക്കുകയാണ്. ABO ആംഗിൾ ABO. ഈ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, ഈ ആംഗിളാണ് നമുക്ക് ഉള്ളിലുള്ള ആംഗിൾ. ഇത് 150 ഡിഗ്രിയാണ്. ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നോക്കിക്കേ, ഇവിടെ ഈ സാധനം ഈക്വൽ ആൻഡ് ഐസോസിലീസ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് വരിക? 180 ഡിഗ്രിയിൽ നിന്ന് 2x കുറച്ചു, അപ്പം 180 ഡിഗ്രി മൈനസ് 2x, അത് പകുതിയാക്കണം. അപ്പൊ നമുക്ക് കിട്ടും 90 മൈനസ് എക്സ്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ 90 മൈനസ് എക്സ്, ഈ കോഡും റേഡിയസും നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട. ഇതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഡയഗ്രാം കൂടി വരച്ചുതരാം. ഇവിടേക്ക് എല്ലാവരും ശ്രദ്ധിച്ചേ. നമുക്കിപ്പോൾ ചോദിച്ച ചോദ്യം നോക്കിക്കേ, ഇത്രയുള്ള സംഭവം നോക്കിക്കേ. സെൻറ്ററിൽ നമുക്കറിയാം 2x, മേജർ ആർക്കിൽ നമുക്കറിയാം x. ഇനി അത് കോഡായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ഇയാളും എക്സ്, ഇയാളും എക്സ്. ഓക്കെ, ഇനി ചോദിച്ച ചോദ്യം എവിടെയാണ് മക്കളെ? ഈ ആംഗിളും ആട്ടോ നമുക്ക് അറിയേണ്ടത്. അതിനുവേണ്ടി വളരെ സിമ്പിൾ. നിങ്ങൾക്കറിയാം സർക്കിളിലെ സെൻറ്റർ എന്നുള്ള റേഡിയസ് ആൻഡ് ടാൻജന്റ് എത്രയാണ് മൊത്തം മക്കളെ? ഇത് മൊത്തം 90 ഡിഗ്രിയാണ്. ഇത് മൊത്തം 90 ഡിഗ്രി അല്ലേ? മൊത്തം 90. അതിൽ ഈ പച്ച ഭാഗം എക്സ് പോയി ബാക്കി പിങ്ക് എത്ര വരിക? വളരെ സിമ്പിൾ, 90 ഡിഗ്രി മൈനസ് എക്സ്. ഇതും എന്താണ്? 90 ഡിഗ്രി മൈനസ് എക്സ്. അപ്പം എക്സ് 90 പോയിട്ട് ബാക്കി ഇവിടെ 90 മൈനസ് എക്സ്. അപ്പം നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോൾ 90 മൈനസ് 75 എത്രയും മക്കളെ നമുക്ക് വരാം? 15 ഡിഗ്രി. ഓക്കെ, ഇതെല്ലാവരും കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ 5 മാർക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീർത്തു. ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും 4 മാർക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിന് ഉറപ്പാണ് മക്കളെ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരേ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഈ ആംഗിൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. APB എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. അത് ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പാണ്. ഇനിയും വീഡിയോസ് ആണെങ്കിൽ ഏതാണ് ടോപ്പിക് എന്ന് കമൻറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് മക്കളെ. ക്രിസ്മസ് എക്സാം നമ്മൾ തകർക്കും.